മാധ്യമം എഡിറ്റോറിയൽ 2021 ജനുവരി 2 ശനിയാഴ്ച. ലവൈപോറയിലെ ഭീകരർ. 2020 ജൂലൈ 18 ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ട വാർത്ത വരുന്നത്. കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചപ്പോഴാണ് ഭീകരരുടെ ബന്ധുക്കൾ കാര്യമറിയുന്നത്. കാശ്മീരിലെ രജൌരി സ്വദേശികളായ അബ്ബാർ അഹമ്മദ് 25 വയസ്സ്, ഇംതിയാസ് അഹമ്മദ് 20 വയസ്സ്, മുഹമ്മദ് അബ്ബാർ 16 വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവർ ഭീകരവാദികളല്ലെന്നും ജോലി തേടി ഷോപ്പിയാനിലേക്ക് പോയ തൊഴിലാളികൾ മാത്രമാണെന്നും ബന്ധുക്കളും നാട്ടുകാരും വെളിപ്പെടുത്തി. 3 ചെറുപ്പക്കാരുടെ മരണം കാശ്മീരിലാകെ പ്രതിഷേധമുയർത്തി. കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കശ്മീർ പോലീസ് തീരുമാനിക്കുകയും അതിനായി പ്രത്യേക ടീമിനെ നിശ്ചയിക്കുകയും ചെയ്തു. പ്രസ്തുത സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നത് 5 ദിവസം മുൻപ് മാത്രമാണ്. ഷോപ്പിയാനിലെ ആർമി ക്യാമ്പിലുള്ള ക്യാപ്റ്റൻ ഭൂപീന്ദർ സിംഗ് എന്ന സൈനിക ഉദ്യോഗസ്ഥൻ തന്റെ അടുപ്പക്കാരായ താബിഷ് നാസിർ മാലിക്, ബഷീർ അഹമ്മദ് ലോൺ എന്നിവരുടെ സഹായത്തോടെ ഈ കൂലിപ്പണിക്കാരായ ചെറുപ്പക്കാരെ രാത്രി അവർ താമസിക്കുന്ന വാടകമുറിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി വിജനമായ സ്ഥലത്തെത്തിച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. താബിഷ് നാസിർ മാലിക്കും ബഷീർ അഹമ്മദ് ലോണും ഇപ്പോൾ അറസ്റ്റിലാണ്. സൈനികർക്ക് അതിക്രമങ്ങൾ ചെയ്യാൻ പ്രത്യേക അധികാരം നൽകുന്ന ഹഫ്സ്പ എന്ന നിയമം നിലവിലുള്ളതിനാൽ ക്യാപ്റ്റൻ ഭൂപീന്ദർ സിംഗിനെതിരായ നടപടികൾ ഇനിയും വൈകും. ചിലപ്പോൾ അങ്ങനെയൊരു നടപടിയേ ഉണ്ടായി എന്നും വരില്ല. ഷോപ്പിയാൻ വ്യാജ ഏറ്റുമുട്ടലിന്റെ യഥാർത്ഥ ചിത്രം ഔദ്യോഗിക രേഖയായി തന്നെ ലോകമറിഞ്ഞതിന്റെ 4ാം ദിവസമാണ് ഡിസംബർ 30 ശ്രീനഗറിന്റെ പ്രാന്തപ്രദേശമായ ലവൈപോറയിൽ 3 പേർ കൊല്ലപ്പെടുന്നത്. പതിവ് പോലെ ഏറ്റുമുട്ടലിൽ സുബൈർ അഹമ്മദ്, അജാസ് മഖ്ബൂൽ, ഹത്തർ മുഷ്താഖ് എന്നീ 3 ഭീകരരെ സൈന്യം വധിച്ചുവെന്നാണ് വാർത്തകൾ പുറത്തുവന്നത്. കൊല്ലപ്പെട്ടവരിൽ 2 പേർ വിദ്യാർത്ഥികളും ഒരാൾ കൂലിപ്പണിക്കാരനുമാണ്. യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എഴുതാൻ പോയ തങ്ങളുടെ മക്കളെയാണ് സൈന്യം കൊന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ വിദ്യാർത്ഥികളുടെ കുടുംബം രംഗത്ത് വരികയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻപ് ഷോപ്പിയാൻ ഏറ്റുമുട്ടലിൽ സംഭവിച്ചതുപോലെ കുടുംബത്തിന്റെ വാദത്തെ തള്ളിക്കളയുകയാണ് സൈന്യം. പരീക്ഷ എഴുതാൻ പോയ കുട്ടികൾ എങ്ങനെ ഈ പ്രദേശത്തെത്തി എന്നതാണ് ചോദ്യം. ഷോപ്പിയാൻ ഏറ്റുമുട്ടലിന്റെ സമയത്തും ഇതേ ചോദ്യം ഉയർന്നിരുന്നു. നിരപരാധികളായ കൂലി തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും പിടിച്ചുകൊണ്ടുപോയി തങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുകയും എന്നിട്ട് അവരെന്തിന് എങ്ങനെ അവിടെ എത്തി എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നത് പരിഹാസ്യമാണ്. ലവൈപോറ ഏറ്റുമുട്ടലിനെ കുറിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. എന്നാൽ അങ്ങനെയൊന്ന് ഉണ്ടാവുമെന്നതിന്റെ ഒരു സൂചനയും ഇപ്പോൾ ലഭ്യമല്ല. 2020 കാശ്മീരിൽ നടന്ന കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും കണക്ക് ലീഗൽ ഫോറം ഫോർ ഒപ്രസ്ഡ് വോയിസസ് ഇൻ കശ്മീർ എന്ന സംഘടന പുറത്തുവിട്ടത് 2 ദിവസം മുൻപാണ്. 2020 മൊത്തം 474 പേർ കൊല്ലപ്പെട്ടതായാണ് സംഘടന പറയുന്നത്. ഇതിൽ 65 പേരും സിവിലിയന്മാരാണെന്ന് സംഘടന ആരോപിക്കുന്നു. തീവ്രവാദികളോ തീവ്രവാദികളെന്ന് സംശയിക്കപ്പെടുന്നവരോ ആയ 232 പേർ കൊല്ലപ്പെട്ടുവെന്നും ഈ സംഘടനയുടെ കണക്കിലുണ്ട്. എന്നാൽ 2020 225 തീവ്രവാദികളെ കൊന്നുവെന്നാണ് സൈന്യത്തിന്റെ കണക്ക്. ഈ കണക്കിലെ തീവ്രവാദികളാര്, സിവിലിയന്മാർ ആര് എന്നത് ഇനിയും വ്യക്തത വരേണ്ട കാര്യമാണ്. ഷോപ്പിയാനിൽ കൊല്ലപ്പെട്ട കൗമാരപ്രായക്കാരൊക്കെ ഏത് ഗണത്തിലാണ് പെടുക എന്നതും അറിയണം. കശ്മീരിൽ സാധാരണ നില കൊണ്ടുവരുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മോദി സർക്കാർ ആ സംസ്ഥാനത്തെ ഒറ്റ ദിനം കൊണ്ട് 2 കഷ്ണമാക്കി കേന്ദ്ര ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവന്നത്. കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ താഴ്വരയിൽ സമാധാനവും വികസനവും കൊണ്ടുവരും എന്നായിരുന്നു അവകാശവാദം. എന്നാൽ ആ അവകാശവാദം എവിടെയും എത്തിയില്ല എന്നതാണ് കശ്മീരിൽ നിന്നുള്ള വാർത്തകൾ കാണിക്കുന്നത്. കശ്മീർ എന്നത് വെറും ഒരു ഭൂപ്രദേശം മാത്രമല്ല, ആ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ കൂടിയാണ്. അവരെ വിശ്വാസത്തിൽ എടുക്കാതെ അവരെ ശത്രുക്കളോടെന്ന പോലെ പെരുമാറി എങ്ങനെയാണ് സമാധാനവും പുരോഗതിയും കൊണ്ടുവരിക? ഷോപ്പിയാനിൽ നടന്നതുപോലെയുള്ള വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ ഭരണകൂടത്തിന് എന്താണ് നേട്ടം? കൂലിപ്പണിക്ക് വന്ന ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി വെടിവെച്ച് കൊന്നതുകൊണ്ട് തീവ്രവാദികൾക്ക് എന്തു ഛേദം? കശ്മീരികളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി പങ്കാളിത്തത്തിലൂടെ അല്ലാതെ കശ്മീരിൽ സാധാരണ നില കൊണ്ടുവരാൻ സാധ്യമല്ല എന്നാണ് ഓരോ ദിവസവുമുള്ള വാർത്തകൾ കാണിക്കുന്നത്. അത്തരം ഒരു ശ്രമത്തിനുള്ള ആത്മാർത്ഥത കേന്ദ്ര സർക്കാരിനും അതിനെ നയിക്കുന്ന പാർട്ടിക്കുമുണ്ടോ?